ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ സബ്മിറ്റ് സ്റ്റഡീസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന എക്കണോമിക്സിലെ ചാപ്റ്ററിലെ ഒരു ഭാഗമാണ്. അടുത്തൊരു സെക്ഷനായിട്ട് വേണമെങ്കിൽ പറയാം തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തിയറീസ് വരുന്നത്. ഹാരോൾഡ് ഡോമർ തിയറി, സോളോ മോഡൽ, അങ്ങനെ പറഞ്ഞ് കുറേ തിയറീസ് വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഹാരോൾഡ് ഡോമർ തിയറിയിലോട്ടാണ്. ഹാരോൾഡ് ഡോമർ തിയറി ഓഫ് ഗ്രോത്ത് മോഡൽ. നമ്മളിപ്പോൾ എന്ത് എസ്സേ എഴുതാനെടുത്താലും, എസ്സേ ആണെങ്കിലും 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് എഴുതി തുടങ്ങുന്നത് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്ന ഹാരോൾഡ് ഡോമർ തിയറിയുടെ അല്ലെങ്കിൽ ഹാരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഹാരോൾഡ് ഡോമർ തിയറി അല്ലെങ്കിൽ ഹാരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കിനീഷ്യൻ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് പോസ്റ്റ് കിനീഷ്യൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിലവാക്കുന്നത് കൂടുമ്പോൾ ഇഫ് സ്പെൻഡിങ് ഇൻക്രീസസ്, അതേ കണക്ക് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും, വിൽ ഓൾസോ ഇൻക്രീസ്. അതാണ് ഈ പോസ്റ്റ് കിനീഷ്യൻ മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് സ്പെൻഡിങ് ഇൻക്രീസസ് ദെൻ ദ ഔട്ട്പുട്ട് വിൽ ഓൾസോ ഇൻക്രീസ്. ഇനി ഈ ഹാരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവന്നു വെച്ച തിയറീസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ഹാരോൾഡ്, അതേ കണക്ക് തന്നെ രണ്ടാമത്തെ ആൾ യവ്സെ ഡോമർ. ഇങ്ങനെ രണ്ട് പേര് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത മോഡലാണ് ഈ ഹാരോൾഡ് ഡോമർ തിയറി അല്ലെങ്കിൽ ഹാരോൾഡ് ഡോമർ മോഡൽ ഓഫ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. റോയി എഫ് ഹാരോൾഡ് 1939-ലും യവ്സെ ഡോമർ 1946-ലുമാണ് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് ഈ ഒരു തിയറി. ഇനി ഈ ഹാരോൾഡ് ഡോമർ മോഡൽ എന്തിനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, വാസ് യൂസ് ടു എക്സ്പ്ലെയിൻ ഗ്രോത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഓഫ് ക്യാപിറ്റൽ അതേ കണക്ക് തന്നെ ലെവൽ ഓഫ് സേവിങ്സ്, ഇതിൻ്റെ എല്ലാം തരത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ടേംസിൽ ഗ്രോത്ത് റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഗ്രോത്ത് റേറ്റ് എന്താണ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതിനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാരോൾഡ് ഡോമർ മോഡൽ കൊണ്ടുവന്നത് തന്നെ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ ഹാരോൾഡ് ഡോമർ മോഡൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരിക്കലും ഒരു നാച്ചുറൽ റീസൺ ഉണ്ടാവില്ല ഫോർ ആൻ എക്കണോമി ടു ഹാവ് എ ബാലൻസ്ഡ് ഗ്രോത്ത്. ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാവും, അതായത് എല്ലാം ഒന്ന് ഒത്തൊരുമിച്ച് ഒരേ രീതിയിൽ എക്കണോമിക് ഗ്രോത്ത് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നല്ല വളർച്ചയിലെത്താൻ ഒരിക്കലും ഒരു നാച്ചുറൽ റീസൺ ഉണ്ടായിരിക്കില്ല. ദർ ഇസ് നോ നാച്ചുറൽ റീസൺ ഫോർ ആൻ എക്കണോമി ടു ഹാവ് ബാലൻസ്ഡ് ഗ്രോത്ത്. അതേ കണക്ക് തന്നെ ഈ ഒരു ഗ്രോത്ത് മോഡൽ ഫസ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ ബിസിനസ് സൈക്കിളിന് വേണ്ടിയിട്ടാണ്. ബിസിനസ് ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു ഏരിയ അതിൽ വേണ്ടിയിട്ടാണ്. പിന്നീടാണ് അത് എക്കണോമിക് ഗ്രോത്തിലോട്ട് അഡാപ്റ്റ് ചെയ്തത്. ഇനിഷ്യലി ക്രിയേറ്റഡ് ഫോർ അനലൈസിങ് ദ ബിസിനസ് സൈക്കിൾ, ലേറ്റർ അഡാപ്റ്റഡ് ടു എക്സ്പ്ലെയിൻ എക്കണോമിക് ഗ്രോത്ത്. ഈ ഹാരോൾഡ് ഡോമർ മോഡൽ എന്ന് പറയുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ ഉണ്ട്, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഹാരോൾഡ് ഡോമർ മോഡൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് AK മോഡൽ എന്നും ഒരു പേരുണ്ട്. ഹാരോൾഡ് ഡോമർ മോഡൽ ഇസ് ബേസ്ഡ് ഓൺ എ ലീനിയർ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് ദി AK മോഡൽ. അതിനകത്ത് ഈ എയും കെയും ക്യാപിറ്റലാണ്. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഒരിക്കലും ചേഞ്ച് വരില്ല. കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാരോൾഡ് ഡോമർ തിയറി അല്ലെങ്കിൽ ഹാരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡൽ മുന്നോട്ട് കൊണ്ടുവന്ന കുറച്ച് അസംഷൻസ് ആണ്, അതായത് കുറച്ച് നിഗമനങ്ങൾ. അതാണ് പറയാൻ പോകുന്നത്. മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകം ഓൾറെഡി എക്സിസ്റ്റ്. അതായത് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ്, അത് അറിയാമല്ലോ, ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ആ രീതിയിലുള്ള ഇൻകം ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയിലുണ്ട്. അതായിരുന്നു മെയിൻ അസംഷൻസിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ല. അതായിരുന്നു രണ്ടാമത് ഈ ഹാരോൾഡ് ഡോമർ തിയറി കൊണ്ടുവന്ന ഒരു നിഗമനം അല്ലെങ്കിൽ അനുമാനമെന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം, ഒരു അസംഷൻ. ദർ ഇസ് നോ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. മൂന്നാമത്തെ കാര്യം ഒരു ക്ലോസ്ഡ് എക്കണോമിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഈ ഒരു മോഡൽ നിൽക്കുന്നത്, ഹാരോൾഡ് ഡോമർ മോഡൽ നിൽക്കുന്നത്. അതായത് ഒരു എക്കണോമി, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ അങ്ങനെ ആ ഒരു എക്കണോമിയെ ബേസ് ചെയ്ത് ആ ഒരു ക്ലോസ്ഡ് എക്കണോമി ആയിരിക്കും. അവിടെ പുറത്തുനിന്നുള്ള ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് കാണില്ല. അതേ കണക്ക് തന്നെ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകം ഓൾറെഡി എക്സിസ്റ്റഡ് ആയിരിക്കും. പിന്നെ ആവറേജ് പ്രൊപ്പൻസിറ്റി, അതായത് APS എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും ഈക്വൽ ആയിരിക്കും, രണ്ടും തുല്യമായിരിക്കും. ആവറേജ് APS ഇസ് ഈക്വൽ ടു MPS അങ്ങനെ ഓർത്താൽ മതി. ഇതിനകത്ത് ഈ APS എന്ന് പറയുന്നത് അതായത് പ്രൊപ്പൻസിറ്റി ടു സേവ്, APS-ഉം MPS-ഉം അതേ കണക്ക് തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇതെല്ലാം തന്നെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബോത്ത്
propensity to save and capital output ratio are given constant. അതിനൊരു ചേഞ്ചും വരില്ല, സെയിം ആയിരിക്കും. അതേ കണക്ക് തന്നെ ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ് ഇതെല്ലാം തന്നെ ഒരു നെറ്റ് സെൻസിൽ, ഒരു ഓവറോൾ സെൻസിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഈക്വൽ ഇൻ എക്സ് ആൻറ്റി ആസ് വെൽ ആസ് ഇൻ എക്സ്പോസ് സെൻസ്. ഈ എക്സ് ആൻറ്റെ ആൻഡ് എക്സ്പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത സ്ലൈഡിൽ വരുമ്പോഴത്തേക്കും ഉണ്ട്, നമുക്കത് അപ്പോഴും നോക്കാം. അപ്പോൾ മെയിൻ അസംഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകം ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. പിന്നെ ഇതൊരു ക്ലോസ്ഡ് എക്കണോമിയെ ബേസ് ചെയ്തിട്ടായിരിക്കും. അവിടെ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ല. APS എന്ന് പറയുന്നത് MPS ആയിട്ട് ഈക്വൽ ആയിരിക്കും. APS എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആയിട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ് അതെല്ലാം തന്നെ നെറ്റ് സെൻസിലാണ് എടുക്കുന്നത്. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആൻറ്റെ ആൻഡ് എക്സ്പോസ്റ്റ് സെൻസിൽ ഈക്വൽ ആയിരിക്കും. ഇത് ഇത്രയുമാണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് അസംഷൻസ് ഉണ്ട്, അതിനകത്ത് മെയിൻ അസംഷൻസ് ആണ് ഇത് ഇത്രയും. ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ പ്രകാരം 3 ടൈപ്സ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഇത് മൂന്നുമാണ് നമ്മുടെ ഹാരോഡോമർ മോഡൽ പ്രകാരമുള്ള 3 ടൈപ്സ് ഓഫ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് അറ്റ് വിച്ച് ദ എക്കണോമി ഡസ് നോട്ട് എക്സ്പാൻഡ് ഇൻഡെഫിനിറ്റ്ലി ഓർ ഗോ ഇൻ ടു റെസഷൻ. അല്ലെങ്കിൽ നമുക്ക് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ഓഫ് ആൻ ഇൻകം ഇൻ ആൻ എക്കണോമി അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമി ഒരിക്കലും ഇൻഡെഫിനറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റിസഷനിലോട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. എപ്പോഴും ഒരു ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. അതിന് വേറൊരു ഡെഫിനേഷനാണ് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകം ഇൻ ആൻ എക്കണോമി എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന വേറൊരു പേരെന്ന് പറയുന്നത് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ്. ഈ 3 ഗ്രോത്ത് റേറ്റും, വാറണ്ടഡും ആക്ച്വലും നാച്ചുറലും, ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ്സ് ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു തിയറി പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണെങ്കിലും ഇത് ചോദിക്കും. ഷോർട്ട് ആൻസർ ആയിട്ടാണെങ്കിലും എന്താണെങ്കിലും ചോദിക്കും. വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് GW വെച്ചിട്ടാണ്. അതിനകത്ത് GW എന്ന് പറയുന്നത് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൻ്റെ സിമ്പലാണ്. CR എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ടു മെയിൻറ്റെയിൻ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്. ഈ ഒരു ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, അതിനെയാണ് CR എന്ന് പറയുന്നത്. S എന്ന് പറയുന്നത് സേവിങ് ഇൻകം റേഷ്യോ. ഇനി വാറണ്ടഡ് റേറ്റ് ഇക്വേഷൻ ഇൻ ദ മോഡൽ ഇംപ്ലൈസ് ദാറ്റ് ദ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ നേരത്തെ കേട്ട വാക്കാണ് എക്സ്പോസ്റ്റും എക്സ് ആൻറ്റേയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പിന്നുള്ള സ്ലൈഡിൽ വരുന്നുണ്ടത്. അപ്പോൾ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, GWCR = S എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു എക്കണോമിക്ക് സ്റ്റേബിൾ ഗ്രോത്ത് ഉണ്ടാവൂ. അതായത് പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആൻറ്റേ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ദ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇഫ് ആൻ എക്കണോമി ടു അച്ചീവ് സ്റ്റേബിൾ ഗ്രോത്ത്. ഒരു എക്കണോമിക്ക് സ്റ്റേബിൾ ഗ്രോത്ത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺട്രിയുടെ GDP, ഒരു വർഷം ഒരു കൺട്രിക്ക് കിട്ടുന്ന GDPയുടെ റേറ്റിൻ്റെ ഇൻക്രീസ്, ദ റിയൽ റേറ്റ് ഇൻക്രീസ് ഇൻ എ കൺട്രീസ് GDP പെർ ഇയർ, ഇതിനെയാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ വരുന്ന ഒരു ഇയറിലെ GDPയുടെ ഇൻക്രീസ് എത്രയാണോ അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ദ ടോട്ടൽ ഇൻകം ഇൻ ദ ഗിവൺ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ എത്രയാണോ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇൻകം എത്രയാണോ ചേഞ്ച് വന്നത്, ആ റേഷ്യോ എത്രയാണോ, ചേഞ്ചിൻ്റെ റേഷ്യോ എത്രയാണോ അതിനെയാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് GC = S. G എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണ്. C എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിന് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. S എന്ന് പറയുന്നത് സേവിങ് ഇൻകം റേഷ്യോ. ഇത് ഇത്രയാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കണോമിക് എത്രത്തോളം ഗ്രോത്ത് ആവശ്യമാണോ അതിനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ച് ഒരു എക്കണോമിക്ക് എത്രത്തോളം ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എക്കണോമിക്ക് എത്രത്തോളം ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ അറിയാലോ, വേറെ ഒന്നുമില്ല, ഗ്രോത്ത്
യൂസിങ് ദെയർ നാച്ചുറൽ റിസോഴ്സസ്. അതാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ലേബർ ഫോഴ്സ് ഒരു ലേബർ ഫോഴ്സ് ഒരു വർഷം 3% വെച്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു എക്കണോമിയുടെ ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 3% ആണ് എന്ന് നമുക്ക് പറയാം. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് വെച്ചിട്ട് ഒരു എക്കണോമിക്ക് മാക്സിമം എത്താൻ പറ്റുന്ന അത്രയും ഗ്രോത്ത്, അതിനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കണോമിക്ക് എത്രത്തോളം ഗ്രോത്ത് ആവശ്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം റിസോഴ്സസ് ആവശ്യമാണ് എന്നുള്ളത് വെച്ചിട്ടാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് ദി ലേബർ ഫോഴ്സ് ഗ്രോസ് അറ്റ് 3% per year, then to maintain full employment, the economy's annual growth rate must be 3%. നമ്മൾ ഹെറോഡോമർ തിയറിയുടെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് എത്തിയിട്ടുണ്ട്, കൺക്ലൂഷൻ പാർട്ടിൽ. അപ്പോൾ ഈ ഒരു മോഡലിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹെറോഡോമർ തിയറി ഓഫ് ഗ്രോത്ത് റേറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ പോളിസീസ് ടു ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു എക്കണോമിയിലെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എക്കണോമി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതിപ്പോൾ സേവിങ്സ് ഇൻക്രീസ് ചെയ്തതുകൊണ്ടും അതേ കണക്ക് തന്നെ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവരുന്നത്, അതായത് ടെക്നോളജിയിൽ കുറച്ച് പുരോഗമനം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതുകൊണ്ടും ഇങ്ങനെയൊക്കെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ദ മോഡൽ ഇംപ്ലൈസ് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോളിസീസാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള പോളിസി, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബൈ ഇൻക്രീസിങ് സേവിങ്, അതേ കണക്ക് തന്നെ ആ ഒരു ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ടെക്നോളജി പരമായിട്ട് മുന്നോട്ട് വരുന്നത്, ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ഇതൊക്കെ. രണ്ടാമത്തെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, ദ പ്രോബ്ലം വിത്ത് ഹെറോഡോമർ മോഡൽ വാസ് ദാറ്റ് ദർ ഇസ് നോ സ്റ്റേബിൾ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോത്തും തമ്മിലുള്ള ഒരു സ്റ്റേബിൾ ലിങ്ക് ഇല്ല. അതാണ് ഈ ഹെറോഡോമർ മോഡലിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദർ ഇസ് നോ സ്റ്റേബിൾ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അതേ കണക്ക് തന്നെ ഈ ഒരു മോഡൽ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ, എക്കണോമി ഡസ് നോട്ട് നാച്ചുറലി ഫൈൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റേബിൾ ഗ്രോത്ത് റേറ്റ്. ഒരു എക്കണോമിക്ക് സ്വയം നാച്ചുറലായിട്ട് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേബിൾ ഗ്രോത്ത്, അതായത് എപ്പോഴും നിലനിന്ന് പോകുന്ന ഒരേ കണക്ക് ഒരു എക്കണോമി എപ്പോഴും നിൽക്കുമോ? ഇല്ല. വില കൂടിയും കുറഞ്ഞോ, അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ എന്താ നമ്മൾ പറയത്തില്ല, നാണ്യപ്പെരുപ്പം, അങ്ങനെ വിലക്കയറ്റം കൂടി, അല്ലെങ്കിൽ അങ്ങനെ കുറഞ്ഞ രൂപയുടെ മൂല്യം ഇടിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലേ? അപ്പോൾ ഈ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കില്ല. അതേ കണക്ക് തന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റും നാച്ചുറലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ 3 പോയിൻറ്റും വെച്ചിട്ട് വേണം എഴുതാനായിട്ട്, എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട്. കൺക്ലൂഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഇംപ്ലൈ ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്ത് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ ഇൻക്രീസിങ് സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ടെക്നോളജിയിൽ പുതുമകൾ കൊണ്ടുവരുന്നത് വഴി. അതേ കണക്ക് തന്നെ ഈ ഹെറോഡോമർ മോഡലിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത്, ദർ ഇസ് നോ സ്റ്റേബിൾ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ എക്കണോമി ഡസ് നോട്ട് നാച്ചുറലി ഫൈൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റേബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് എക്കണോമിയിൽ സ്വയം നാച്ചുറലായിട്ട് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. ലാസ്റ്റ് പോർഷൻ ക്രിറ്റിസിസം ആണ്. ഇത് എല്ലാ എസ്സേയിലും കാണില്ല. പക്ഷെ നമ്മൾ ക്രിറ്റിസിസം എഴുതുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാർക്കും കാര്യങ്ങളും എല്ലാം കിട്ടും. ക്രിറ്റിസിസം മിക്ക എസ്സേയിലും നമുക്ക് കിട്ടില്ല. അതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിറ്റിസിസം എഴുതുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതായത് ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ പോരാക്കുറവുകളുണ്ട് ആ ഒരു തിയറി വെച്ചിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രിറ്റിസിസത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ഈ ഹെറോഡോമർ മോഡൽ ഓഫ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു റീസൺ ഇല്ല. ദർ ഇസ് നോ റീസൺ ഫോർ ഗ്രോത്ത്.
ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഇല്ല. ടു ബി സഫിഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതാണ് ഫസ്റ്റ് മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ അതേ കണക്ക് രണ്ടാമത്തെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സേവിങ് റേറ്റ്, നമ്മൾ സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അതേ കണക്ക് തന്നെ മാർജിനൽ റിട്ടേൺസ് ടു ക്യാപിറ്റൽ ആർ കോൺസ്റ്റൻറ്റ്. പക്ഷേ ക്യാപിറ്റലിലേക്കുള്ള, അതായത് നമ്മൾ മൂല്യധനം അതിലേക്കുള്ള മാർജിനൽ റിട്ടേൺസ് എന്താണ്, എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, പക്ഷെ മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതേ കണക്ക് മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്രൈസിൽ ഒരു കൺസിഡറേഷനും ഇല്ല. നോ കൺസിഡറേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസ് കൂടുവോ കുറയുവോ അങ്ങനെ ഒരു നോ കൺസിഡറേഷൻ ഇൻ ചേഞ്ചസ് എന്നാണ് പറയുന്നത്. ഇഷ്ടത്തിന് കൂടുന്നു, ഇഷ്ടത്തിന് കുറയുന്നു, അങ്ങനെയാണ്. നോ കൺസിഡറേഷൻ ഇൻ ചേഞ്ചസ് ഇൻ പ്രൈസ്. അതേ കണക്ക് തന്നെ ഗവൺമെൻറ്റിൻ്റെ റോള് പാടെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹാരോൾഡ്-ഡോമർ തിയറി എന്ന് പറയുന്നത്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നിഗമനങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷനാണ് എബൌട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. ഈ ഒരു ഹാരോൾഡ്-ഡോമർ തിയറി നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് ഡീപ്പായിട്ടോ അല്ലെങ്കിൽ എന്താണ് ക്ലിയർ പിക്ചർ, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ തരുന്നില്ല. അതേ കണക്ക് തന്നെ ക്ലോസ്ഡ് എക്കണോമിയെക്കുറിച്ചും ഒരു അൺറിയലിസ്റ്റിക് അസംഷനാണ് കൊടുക്കുന്നത്. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ആ ഒരു എക്കണോമി മാത്രം നിൽക്കുന്ന കാര്യം, പക്ഷേ അതിനെക്കുറിച്ചും ഒരു അൺറിയലിസ്റ്റിക് അസംഷനാണ് കൊടുക്കുന്നത്. പിന്നെ നോൺ എക്കണോമിക് ഫാക്ടേഴ്സിനെ പാടെ നെഗ്ലക്റ്റ് ചെയ്തു. ഗവൺമെൻറ് ഇൻ്റർഫിയറൻസും പാടെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർഫിയറൻസ് അല്ല, റോൾ ഓഫ് ഗവൺമെൻറ് പാടെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ നോൺ എക്കണോമിക് ഫാക്ടേഴ്സിനും നെഗ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെ അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് ക്ലോസ്ഡ് എക്കണോമിയും അതേ കണക്ക് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും. പിന്നെ വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്താണെന്നുള്ളതിൻ്റെ ലാക്ക് ഓഫ് എക്സ്പ്ലനേഷൻ. പിന്നെ ചേഞ്ചസ് ഇൻ പ്രൈസിനെ കുറിച്ച് നോ കൺസിഡറേഷൻ. പിന്നെ സേവിങ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇതെല്ലാത്തിനും പുറമെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദർ ഇസ് നോ റീസൺ ഫോർ ഗ്രോത്ത് ടു ബി സഫിഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റിലെ ഹാരോൾഡ്-ഡോമർ തിയറി ഓഫ് ഗ്രോത്ത് മോഡൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒപ്പീനിയൻസോ സജഷൻസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുള്ളാണ് എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക. കാരണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കത് പിന്നെയും ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയിട്ട 2 വീഡിയോസും കയറി കാണുക. താങ്ക് യു.